നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. എമ്പുരാന്റെ വിവാദ ഭാഗങ്ങൾ സെൻസർ ബോർഡ് പരിശോധിക്കും. മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാനെതിരെ പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. വ്യാഴാഴ്ചയായിരുന്നു എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തിയത്. ചിത്രം പുറത്തിറങ്ങിയതിന് പിന്നാലെ വിവാദവും പൊട്ടിപ്പുറപ്പെട്ടു. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ചിത്രത്തിലെ ചില പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി എമ്പുരാനെതിരെ ബഹിഷ്കരണ ആഹ്വാനവുമായി സംഘപരിവാർ രംഗത്തെത്തി. ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ വരെ ചിലർ ക്യാൻസൽ ചെയ്തു. എന്നാൽ ചിത്രത്തിനെതിരായ വിമർശനങ്ങൾ ഏറ്റെടുക്കാൻ BJP തയ്യാറായിട്ടില്ല. സിനിമയെ സിനിമയായി തന്നെ കാണണമെന്നായിരുന്നു BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശും വ്യക്തമാക്കിയത്. മുതിർന്ന നേതാക്കൾ നിലപാട് വ്യക്തമാക്കുമ്പോഴും ചിത്രത്തിനെതിരെ സംഘപരിവാർ വിമർശനം തുടരുകയാണ്. ചിത്രത്തിനെതിരെ RSS മുഖപത്രമായ ഓർഗനൈസറും രംഗത്തെത്തിയിരുന്നു. എമ്പുരാനിലുള്ളത് ഹിന്ദു വിരുദ്ധ അജണ്ടയാണെന്നാണ് ഓർഗനൈസറിലെ ലേഖനത്തിൽ പറയുന്നത്. ഗുജറാത്ത് കലാപത്തിൽ ഹിന്ദുക്കളെ വില്ലന്മാരായി ചിത്രീകരിക്കുന്നതിലൂടെ പൃഥ്വിരാജ് നടപ്പിലാക്കിയത് രാഷ്ട്രീയ അജണ്ടയാണെന്നും മോഹൻലാലിന്റെ വേഷം ആരാധകരെ ചതിക്കുന്നതാണെന്നും ഓർഗനൈസർ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി. ഓർഗനൈസറിന്റെ ലേഖനത്തിനെതിരെ AA റഹീം MP രംഗത്തെത്തിയിരുന്നു. ബഹിഷ്കരിക്കേണ്ടത് എമ്പുരാനല്ലെന്നും ഓർഗനൈസറിലെ ലേഖനമാണെന്നും AA റഹീം പറഞ്ഞു. സിനിമയിൽ വിയോജിപ്പുകളും യോജിപ്പുകളും ഉണ്ടാകും. ആപൽക്കരമായ പരാമർശങ്ങൾ ഓർഗനൈസർ ലേഖനത്തിനുണ്ടെന്നും റഹീം പറഞ്ഞു.